ഓപ്പണാക്കി നോക്കിയപ്പോൾ എന്താ കിടക്കണ സഹതാപം തോന്നിയെന്തോ എനിക്ക് അറിയാം. മറ്റേ ചാനലിലാണെങ്കിൽ എല്ലാവരും നാട്ടിൽ വീട്ടുകാർ കുടുംബക്കാരെല്ലാവരും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതുപോലെ ഇങ്ങനെ ഇല്ലല്ലോ. ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് പറയാനായിട്ടാണ് വന്നത്. ഞാൻ മെയിനായിട്ട് ഞാൻ ഈ സെക്കൻഡ് ചാനൽ തുടങ്ങാൻ കാരണം തന്നെ എനിക്ക് എൻ്റെ ഫസ്റ്റ് ചാനൽ ഷിജിനാസ് വ്ലോഗ് എന്ന് പറയുന്ന എൻ്റെ ഫസ്റ്റ് ചാനലിൽ 668 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളതായിരുന്നു. വാച്ചർ കൂട്ടാനായിട്ട് ഞാൻ ഒരുപാട് ഷോർട്സ് ഇട്ട് സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകയും ലൈവ് എടുത്ത് വാച്ചർ കൂട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ലൈവിൽ എൻ്റെ മക്കളെ മാത്രം എൻ്റെ പൊട്ടു ബുദ്ധിക്കുന്ന ഒരു ദിവസം എൻ്റെ മക്കളെ മാത്രം കാണിച്ചു. അതോടുകൂടി എൻ്റെ ലൈവ് ഓപ്ഷൻ പോയി. അന്ന് നൈറ്റിനെ ലൈവ് എടുത്തപ്പോഴത്തേക്കും ലൈവ് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ ഞാൻ പോളിസി നോക്കിയപ്പോഴത്തേക്കും കാരണങ്ങൾ 16 വയസ്സിന് താഴെയുള്ള പിള്ളേരെ ഒറ്റയ്ക്ക് ലൈവിൽ ഇട്ടുകൂടാ. അതെനിക്ക് അറിഞ്ഞുകൂടെ. ആ ഒറ്റ കാരണം കൊണ്ട് എൻ്റെ ലൈവ് ഓപ്ഷൻ പോയി. ഇപ്പം എനിക്ക് തന്നെ കറക്റ്റ് 1 മന്ത് ആയി കാണും. വേറെ ഇനി എനിക്ക് എന്തായാലും ഈ ലൈവ് എടുത്ത് വാച്ചർ കൂട്ടാനല്ലാതെ വീഡിയോസ് എടുത്താൽ ഒന്നാമത് എൻ്റെ ഫോണിന് ക്ലാരിറ്റി ഇല്ല. അപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് അല്ലൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പം ലൈവും പോയി. അങ്ങനെയാണ് ഞാൻ സെക്കൻഡ് ചാനൽ തുടങ്ങിയത്. സെക്കൻഡ് ചാനലിൽ 50 സബ്സ്ക്രൈബേഴ്സ് ആയാലും നമുക്ക് ലൈവ് ഓപ്ഷൻ തുടങ്ങുള്ളൂ. അപ്പോൾ ഇപ്പോൾ എൻ്റെ 52 സബ്സ്ക്രൈബർ ഈ ചാനലിൽ ആയിട്ടുണ്ട്. ഒരു 2 ആഴ്ചയൊക്കെ ആവത്തുള്ളൂ. എനിക്ക് 52 സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട് ടാക്സ്. പിന്നെ അപ്പോഴത്തേക്കും ഇത് ലൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതിൽ പറ്റുന്നില്ല കേട്ടോ. അപ്പം ഇതിൽ ലൈവ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അത് സ്റ്റാർട്ട് ആവില്ല. കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേസ്. നമ്മൾ ID പ്രൂഫ്, നമ്മൾ ഏജ് പ്രൂഫ് തെളിയിക്കാനായിട്ട് അങ്ങനെ അതിന് എൻ്റെ ട്രെയിനിങ് ലൈസൻസ് തന്നെ അയച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 24 hours അവർ നമുക്ക് ടൈം തരും. അത് കഴിഞ്ഞിട്ടേ നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ. അപ്പം നാളെ എനിക്ക് അറിയാൻ പറ്റും എനിക്ക് ലൈവ് കയറും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായില്ലെന്ന് പറയാം. പക്ഷേ അങ്ങനെയായിരുന്നു വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ചുമ്മെങ്കിലും ഒന്ന് എൻ്റെ ഫസ്റ്റ് ചാനൽ ഞാൻ ജസ്റ്റ് ലൈവ് സ്റ്റാർട്ട് ചെയ്ത് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ എന്താ കിടക്കണ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം. എന്ന് വെച്ചാൽ ആ ചാനൽ മൊത്തം പോയി. കാരണം അതിനുശേഷം ഞാൻ വീഡിയോസ് ഇട്ടാൽ വ്യൂസ് ഇല്ല, ഒന്നുമില്ല, മൊത്തത്തിൽ അങ്ങ് തീർന്നു എന്ന് പറഞ്ഞ്. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര 1K സബ്സ്ക്രൈബർ നല്ല ഒന്ന് പ്രാവശ്യം അപ്പീലൊക്കെ നമ്മൾ കൊടുത്തായിരുന്നു. പക്ഷേ അതിലും അൺസക്സസ്ഫുൾ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചപ്പോൾ ഞാൻ യൂട്യൂബർ തീരുമാനം വരെ മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾ 666 സബ്സ്ക്രൈബർ ആയിട്ടേ ഉള്ളൂ. എന്നാലും നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ എത്തിച്ച് കൊണ്ട് വന്നിട്ട് പോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഗൈസ്. ഭയങ്കര വിഷമമായിരുന്നു പറഞ്ഞ വിഷമം തീരുന്നു. ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ പെട്ടെന്ന് ലൈവ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും എന്തോ എൻ്റെ അടുത്ത് ഭയങ്കര യൂട്യൂബർക്ക് സഹതാപം തോന്നിയെന്തോ എനിക്ക് അറിയാം. അതിന് അവരിനി 1 മന്ത് പണിഷ്മെന്റ് ഇപ്പോൾ അതാണ് നമ്മൾ പിന്നെ അല്ലെങ്കിൽ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക ഗൈസ്. നമ്മളിങ്ങനെ മതി. എൻ്റെ ഈ ചാനൽ എനിക്ക് ഒരുപാട് അറിയാത്ത ആൾക്കാരാണ്. കുറച്ച് പേർക്ക് മാത്രമേ അറിയാം. ഞാൻ ആരത്ര ഈ സെക്കൻഡ് ചാനൽ തുടങ്ങിയത് ഞാൻ പറഞ്ഞിട്ടില്ല. മറ്റേ ചാനലിലാണെങ്കിൽ ഉള്ള എല്ലാവരും നാട്ടുകാർ വീട്ടുകാർ കുടുംബക്കാരെല്ലാവരും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം എനിക്ക് അതിലില്ല. നമുക്ക് ചമ്മലായിരിക്കും. ഇതാകുമ്പോൾ എനിക്ക് അറിഞ്ഞിടല്ലോ അറിയാവുന്ന കുറച്ച് കൂട്ടുകാർ. അത് കുഴപ്പമില്ല. എല്ലാവർക്കും നല്ലതുപോലെ അറിയും. അപ്പം ഈ ഒരു സന്തോഷാർത്ത പറയാനാണ് കേസ് ഞാൻ വന്നത്. അപ്പം എൻ്റെ മറ്റേ ചാനൽ ഞാൻ ഇതിൽ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എൻ്റെ പുതിയ ഇതിലുള്ള സബ്സ്ക്രൈബേഴ്സ് ആ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ.